കോഴിക്കോട് വയോധികരായ സഹോദരിമാരുടെ മരണം കൊലപാതകം. കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ. കൂടെ താമസിച്ചിരുന്ന ഇവരുടെ സഹോദരൻ പ്രമോദിനെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. കരിക്കാംകുളം ഫ്ലോറിക്കൻ റോഡിൽ 3 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന 72കാരി ശ്രീജയ, 68 വയസ്സുള്ള പുഷ്പലളിത എന്നിവരെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ. ഇരുവരും മരിച്ചത് ശ്വാസം മുട്ടിയാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. കഴുത്തിൽ പാടുകളുണ്ട്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരൻ പ്രമോദിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ലൊക്കേഷൻ. ചേവായൂർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരുടെ സഹോദരനായിട്ടുള്ള പ്രമോദിനെ കണ്ടെത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മളടുത്ത് ഷെയർ ചെയ്യാനുള്ളതുണ്ടാവുമോ എന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രമോദിനായിട്ടുള്ള തിരച്ചിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുള്ളതുണ്ട്. ബന്ധുക്കളോടും നാട്ടുകാരോടും അടുപ്പം സൂക്ഷിക്കാതെ ജീവിച്ചിരുന്ന 3 പേർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് പ്രമോദ് ഒരു സഹോദരി മരിച്ചെന്ന വിവരം ബന്ധുക്കളിലൊരാളെ അറിയിക്കുന്നത്. ഇയാൾ വീട്ടിൽ വന്ന് പരിശോധിച്ചപ്പോൾ 2 പേരെയും 2 മുറികളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൈരളി ന്യൂസ്, കോഴിക്കോട്.